KP രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞു, ഇത് പോലീസ് സ്റ്റേഷനിലേക്കൊന്ന് ചെന്ന് നോക്കുക. അവിടെ 4-5 കാർസും പിന്നെ 2-3 ബൈക്കൊക്കെ വന്നിക്കണമെന്ന്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് അവിടെ ഫെരാരിയും സുപ്രീം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത്ര നല്ല കണ്ടീഷനിലല്ലെന്നും പറഞ്ഞു. നമുക്കെന്തായാലും ഒന്ന് പോയി നോക്കാം. അവിടെ പിന്നെ മസ്താങ്ങും പോർഷയും അപ്പാച്ചയും ബുള്ളറ്റും ഭയങ്കര നല്ല ഇതാത്തത്. നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളെ ഫോർച്യൂണർ മാറ്റേണ്ട, ഫോർച്യൂണർ അവിടെ വെക്കണം. എന്നിട്ട് പോകാം പതുക്കെ. കൊടുക്കുക. ഇവിടുന്ന് നമുക്ക് നല്ലൊരു റോബറി തന്നെ നടത്തണം ഗൈസ്. ഓക്കെ, വെച്ചു. വണ്ടി കുറച്ച് പിന്നിടുക. അപ്പോൾ ഗൈസ് ഞാൻ വേഗം പോയി. ഓ ഗൈസ്, സുപ്രീം ഫെരാരിയും മസ്താങ് പോർഷെ അപ്പാച്ചും ബുള്ളറ്റും പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. ഒരു പറഞ്ഞ സുപ്രീം ഫെരാരി അത്ര നല്ല കണ്ടീഷനിലല്ല, പോലീസ് അതിൻ്റെ ബ്രേക്കിങ്ങൊക്കെ ഓടിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നല്ല കണ്ടീഷനാണ് അത്ര. നമുക്ക് പതുക്കെ ഇതെടുത്ത് നമ്മൾ വീട്ടിക്കണ്ട കേസാവാതെ ഇരുന്നാൽ മതി. ക്രോസ് ചെയ്ത് കൂടെ കയറിപ്പോവാം. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ 2 ബൈക്ക് പഠിച്ചു മാറ്റണം. സുപ്രീം ഫെരാരി വേണ്ട, ഒരു നല്ല കണ്ടീഷനിലല്ല നമ്മൾ പറഞ്ഞുകൊണ്ട് എടുക്കാത്ത. എനിക്ക് എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഗൈസ്. നമുക്ക് ഇതിനെ എന്നിട്ട് നമുക്ക് ഒരു സൂപ്പർ ജെറ്റ് വിളിക്കണം. അതിൻ്റെ കോഡൊക്കെ അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ രാഹുൽ KPയും ജിദാനും ലൂണൊക്കെ എന്നെ വിളിച്ചിരുന്നു. ഇതൊന്ന് വേഗം വാ, നമുക്ക് കുറച്ച് കോഡൊക്കെ പറഞ്ഞു തരാമെന്നും പറഞ്ഞു. അപ്പോൾ ഗൈസ് ഞാൻ ഇത് വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ. ഇത് നമ്മൾ ഫോർച്യൂണറിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കണം. ഓക്കെ, ബാക്കി 3 വണ്ടീസും നമുക്ക് വീടിൻ്റെ സൈഡിലോട്ട് വെക്കാം. ഇവിടുന്ന് പതുക്കെ നിന്നാലേ. ഓ ഗൈസ്, ഞാൻ ഇൻഫിനിറ്റ് ഹെൽത്ത് നോക്കട്ടെ. 9129 ഇൻഫിനിറ്റ് ഹെൽത്തിൻ്റെ കോഡ്. അപ്പോൾ ഗൈസ് ഇൻഫിനിറ്റ് ഹെൽത്തായി. അപ്പോൾ ഓടണം നമുക്ക് ഓടിപ്പോവാം. എന്നാലല്ലോ ഗൈസ് നമുക്ക് വേറെ വണ്ടികളൊന്നുമില്ലല്ലോ. നമുക്ക് ഇവിടുന്നല്ലേ വണ്ടിയെല്ലാം കൊണ്ടിട്ട്. വണ്ടിയുടെ പേരാണെങ്കിൽ വായി കിട്ടണമല്ലോ ഗൈസ്. ഫെരാരി അല്ലത്, ഇത് മറ്റേ എന്തൊരു സൂപ്പർ സ്പീഡ് കാറാ. വാളാ ഡോറൊക്കെ ഇത് വീട്ടിൽ കൊണ്ടുവച്ചാലോ. വേണ്ട, അപ്പോൾ നമ്മളടുത്ത് പോർഷെ എടുക്കണം. ഈ വണ്ടിയുടെ പേര് അറിയുന്നതിലൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്ത് ഏത് വണ്ടി ഇവിടുന്ന് എടുക്കണം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ ഇതോ പോയി നമ്മൾ ഫോർച്യൂണർ ആഴെ കൊണ്ടുപോയി ഗൈസ്. ഈ വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾ ഇതുകൂടി കമൻറ്റ് ചെയ്തോളി. നമുക്ക് നമ്മളെ പോർഷയുടെ കളർ ഏതാക്കണം എന്നില്ല ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇതിൽ പണിയാവുമെന്ന് പേടിയുണ്ട്, കാരണം പോർഷയും മസ്താങ്കൊക്കെ നമ്മളടുത്ത് തന്നെ ഉള്ളൂ. കാരണം നമ്മളെ ആണിത് തെറിച്ച്. നിങ്ങൾ ഏത് കാർ എടുക്കണം എന്ന് പറയണേ. അടുത്തത് നമ്മളെ വീട്ടിൽ ഏത് കാർ വെക്കണം എന്ന് എന്തായാലും ഇതിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ഒരു ഡ്രീം 100 സബ്സ്ക്രൈബേഴ്സാണ്. അതെത്തിക്കാൻ ഇനി വെറും 10-12 സബ്സ്ക്രൈബേഴ്സ് മതി. നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് വേഗം എത്താം. നമുക്ക് സമാധാനം ഇവിടെ വെക്കണ്ട, ഇവിടെ വെച്ച് ആരെങ്കിലും കാണാം. തട്ടി ടയറായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മൾ
പോർഷയ്ക്ക് ഏത് കളറാക്കണമെന്നൊന്ന് പറയാൻ മറക്കല്ലേ. ഗൈസ് നമ്മൾ പോർഷ ഞാൻ കറക്റ്റ് ഇവിടെ വെക്കണം. ഇവിടെ തന്നെ വെക്കാം. നമ്മളെ പോർഷ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗൈസ് നിങ്ങൾ ആ റെഡ് കാറിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഗൈസ് നമുക്ക് പോയി ബുള്ളറ്റ് എടുക്കാം. പിന്നെ ഞാൻ അടുത്തത് ഏത് കാർ എടുക്കണം എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ പറഞ്ഞിട്ട് വേണം എനിക്ക് എടുക്കാൻ ഗൈസ്. നിങ്ങൾക്ക് വേണ്ട ചീറ്റ് കോഡൊക്കെ പറഞ്ഞോളൂ, ഞാൻ അപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ പറയണതിൽ ഏത് കാർ എടുക്കണമെന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കും ഗൈസ്. ഓടടാ. സ്റ്റാമിന ഓടാൻ സ്റ്റാമിന കുറവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പതുക്കെ ഇങ്ങനെ നടന്നു പോയാലും മതി. ഇനി നമുക്ക് നമ്മളെ രാഹുലിനൊന്ന് വിളിച്ചു നോക്കാം. ഓൻ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. ഹലോ, രാഹുൽ കാൾ എടുക്കണില്ല ഗൈസ്. നമുക്ക് എന്തായാലും പോയേക്കാം. ഗൈസ് ഈ വണ്ടി ആരോ അടിച്ചു മാറ്റി. ഞാൻ പറഞ്ഞില്ലേ ഇതിലേത് കാർ എടുക്കണം എന്ന് പറയുന്നിട്ട് നമുക്ക് ഇത് കൊണ്ടിട്ട് കാർ ഷോറൂം കൊണ്ടിട്ട് ഇതിൻ്റെ കളറ് മാറ്റാം. ഏത് കളറാക്കണ്ടേന്നും പറയണേ. അത് ഞാൻ എന്തായാലും പിന്നീട് വെക്കും. നമുക്ക് പഠിക്കാം. പറ്റുന്ന ഇത് നമ്മളെ രാഹുൽ പറഞ്ഞത് ഇതാരുടെയെന്ന് അറിയാം. ഇത് രാഹുലിൻ്റെ ഫ്രണ്ടായ ഏതൊരു പോലീസുകാരൻ്റെയാണ്. ആ പോലീസുകാരൻ നമ്മളെ രാഹുലിനെ ചതിച്ചു എന്നാണ്. അപ്പോൾ ഗൈസ് നമുക്ക് രാഹുൽ പറഞ്ഞതനുസരിച്ചിട്ട് ഈ വണ്ടി എടുക്കുക. ഇത് രാഹുലിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിടണോ വേണ്ടേ? രാഹുലിന് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. രാഹുലിൻ്റെ ബർത്ത്ഡേ ആണ് മറ്റന്നാൾ. നാളെയാണല്ലേ? നാളെ 4-ാം തീയതി. അപ്പോൾ നാളെയാണ് രാഹുലിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് രാഹുലിന് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു നല്ല കാർ വാങ്ങണം. ഏതാ വാങ്ങേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇടുന്നതായിരിക്കും ഗൈസ്. നമ്മൾ പോർഷ ഏത് കളറാക്കണം നിങ്ങൾ പറയണം ഗൈസ്. മസ്താങ് ഈ കളർ തന്നെ വരെ ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. നമുക്ക് നടന്നു പോകണം. അപ്പാച്ച വീണു ഗൈസ്. വെറുതെ വന്നൊക്കെയാണ്. അപ്പാച്ച വീണു. അപ്പാച്ചക്ക് എന്താ സ്റ്റാൻഡില്ലാന്ന്. അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ എങ്ങനെ വന്നേനാവും. ആരോ കൊണ്ടുവന്ന് നിർത്തിയെന്നാവും. വീണില്ല. സമാധാനം. വേഗം പോട്ടെ. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഓടിച്ച് കയറട്ടെ ഗൈസ്. നമുക്ക് ഇവിടെ ചെറിയൊരു പണി പോലീസിന് കൊടുക്കണം. നമുക്ക് ഈ പോലീസുകാരെ പറ്റിക്കാം. അല്ല, പോലീസിന് ഇപ്പം എന്ത് പണി കൊടുക്കുന്നില്ല എന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കങ്ങനെ പണി കൊടുക്കാനായിട്ടൊന്നും അറിയുന്നില്ല ഗൈസ്. ഒന്നും ഓർമ്മിട്ടുന്നില്ല. ഓക്കെ. ഇപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ തിരിച്ചെടുത്താൽ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് രാഹുലിന് വണ്ടി ഏത് വേണമെന്നൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് കാർ ഷോറൂമിൽ എത്തിയിട്ട് കാണാം. ബൈക്കായിട്ട് ഇങ്ങനെ പോകുമ്പോൾ കാർ ഷോറൂമിൽ തപ്പി പോകുമ്പോഴാണ് നമ്മളെ സിനാനെ വിളിച്ചു പറഞ്ഞത്
നമ്മളെ വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു കാർ ഷോ തുടങ്ങിയിട്ടുണ്ട്, വേഗം പോയി വെക്കുന്നത്. എന്നാൽ ശരി എന്നും പറഞ്ഞ് വേഗം കട്ടത്. അപ്പോഴാണെങ്കിൽ ഞാൻ വീടിൻ്റെ മുമ്പിലെത്തിയിരുന്നു ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ ആ ഷോറൂം ഇതാണെന്ന് എഴുതി പോകുമ്പോൾ അതെ ഗൈസ് ഇത് തന്നെയാണ് ഗൈസ്. ഇവിടെ ഒരു ലംബോർഗിനിയും ട്രാസണും ഉണ്ട്. പിന്നെ ഏതൊക്കെയാണ് R15, കവാസാക്കി നിൻ്റെ H2R, പിന്നെ FZ10. ഇതിലേതെങ്കിലും ഒരു വണ്ടി നമുക്ക് നമ്മളെ രാഹുലിന് കൊടുക്കണം. ഇതിലേതാ കൊടുക്കേണ്ടത്, ഏത് ബൈക്ക് ഏത് കാറോ കൊടുക്കേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ നമുക്കിതിന് ഏതെങ്കിലും ഒരു ബൈക്ക് എടുത്താലോ നമ്മൾ അപ്പാച്ചെ പറ്റിയിട്ട്, അതും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.